അർജുൻ്റെ സംസ്കാര ചടങ്ങുകൾ കണ്ണാടിക്കലിലെ വീട്ടുവളപ്പിൽ നടക്കുകയാണ്. വികാര നിർഭരമായ രംഗങ്ങൾ. ഉടലറ്റ് ഉയിരറ്റ് കണ്ണാടിക്കലിലെത്തിയ അർജുൻ നിങ്ങൾക്ക് ഒരു സഹോദരനെ പോലെ സ്നേഹം പകർന്നു തന്ന മനാഫ് പല ദിവസങ്ങളിൽ നിങ്ങളുടെ മൃതദേഹം കണ്ടെത്താൻ ആഴങ്ങളിലേക്ക് ഊളിയിട്ട ഈശ്വർ മാൽപേ, ഒപ്പം ആദ്യ ദിവസങ്ങളിൽ പരുഷമായി പെരുമാറിയ കർണാടക പോലീസ് ഒടുവിൽ വിടാൻ ഭാവമില്ലാതെ അർജുനനെ കണ്ടെത്തിയേ അടങ്ങൂ എന്ന വാശിയോടെ നിന്ന മലയാളിക്ക് മുന്നിൽ മലയാളിയുടെ സ്നേഹത്തിൻ്റെ ആ ഉന്നതമായ സ്നേഹത്തിൻ്റെ ആ നിൽപ്പിന് മുന്നിൽ കർണാടകയിലെ പോലീസുകാർ വരെ ഒടുവിൽ ക്ഷമ ചോദിക്കുന്നത് നമ്മൾ കണ്ടു. എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു മനുഷ്യജീവൻ ഇത്രയധികം വില നൽകാൻ കഴിയുന്നത്? ഒരു സാധാരണക്കാരൻ, ഒരു ലോറി ഡ്രൈവർ, ഒരു പെരുമഴയിൽ ഒരു മണൽക്കൂനയിൽപ്പെട്ട് ഗംഗാവലിയിലേക്ക് പോയപ്പോൾ അന്നു മുതൽ 2.5 മാസക്കാലം 72 ദിവസമാണ് മലയാളി അർജുൻ എന്ത് സംഭവിച്ചു, അർജുൻ എവിടെ, അർജുനായി കാത്തിരുന്നു. ഓരോ ദിവസം കഴിയും തോറും അർജുൻ ജീവനോടെ തിരികെ വരുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ സർക്കാർ, അവിടുത്തെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ, പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നിരന്തരം നടത്തിയ ഇടപെടലുകൾ ഒരു തരത്തിലും അർജുനായുള്ള രക്ഷാദൗത്യം ഉപേക്ഷിക്കില്ലെന്ന് ഉറപ്പ് നൽകിയ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ആ മുഖ്യമന്ത്രിയുടെ ഉറപ്പിൽ വിശ്വസിച്ച ഒരു കുടുംബം, ആ കുടുംബത്തിന് ചെറുതെങ്കിലും ഒരു സഹായം, ഭാര്യയ്ക്ക്, അർജുൻ്റെ ഭാര്യയ്ക്ക് സഹകരണ ബാങ്കിൽ നൽകിയ ജോലി, ഇതെല്ലാം ഒരു നാട്, ഒരു നാടിൻ്റെ സ്നേഹത്തിൻ്റെ ഈടുവയ്പ്പാണ്. ഒരു നാട് ആ നാടിൻ്റെ മക്കളെ എങ്ങനെയാണ് കരുതുന്നതെന്ന് ലോകത്തിന്, രാജ്യത്തിന് കാട്ടിക്കൊടുത്ത ഒരു സന്ദർഭം. അർജുൻ, നിങ്ങൾ തീർത്തത് സ്നേഹത്തിൻ്റെ മഹനീയമായ മാതൃകയാണ്. മനാഫ്, നിങ്ങൾ കാട്ടിത്തന്നത് സഹജീവനത്തിൻ്റെ അത്യുന്നതമായ പാതയാണ്. ഇവിടെ ഇപ്പോൾ അർജുൻ്റെ സംസ്കാര ചടങ്ങുകൾ കണ്ണാടിക്കലിലെ വീട്ടുവളപ്പിൽ നടക്കുകയാണ്. ഇന്ന് രാവിലെയാണ് കോഴിക്കോട് ജില്ലാ അതിർത്തിയായ അഴിയൂരിൽ അർജുൻ്റെ മൃതദേഹം ശിരൂരിൽ നിന്ന് കൊണ്ടുവന്നത്. ഇപ്പോൾ അർജുൻ്റെ മകൻ, അർജുൻ്റെ ഭാര്യ, അർജുൻ്റെ സഹോദരന്മാരെല്ലാവരും ഈ സംസ്കാര ചടങ്ങുകൾ അർജുന് അന്ത്യയാത്രാമൊഴി നൽകുകയാണ്. ഒരു കുഞ്ഞു കരച്ചിൽ, ആ കുഞ്ഞു കരച്ചിലിന് തടയിടാൻ, ഒരു കുഞ്ഞു കരച്ചിൽ കേൾക്കാതിരിക്കാൻ ആ കുഞ്ഞിനെ ഒക്കത്തിരുത്തി വാഹനമോടിക്കുന്ന അർജുൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ പിന്നീട് കണ്ടതാണ്. കുഞ്ഞിന് വാങ്ങിയ കളിപ്പാട്ടം കൂടെ കൊണ്ടുപോയ അർജുൻ, കുഞ്ഞിന് വാങ്ങിവെച്ച മറ്റ് കളിപ്പാട്ടങ്ങൾ എല്ലാം അർജുൻ അപകടമുണ്ടായതിൻ്റെ 1-2 ദിവസം കഴിയുമ്പോഴെങ്കിലും തിരികെ വരും. വളരെ സുരക്ഷിതത്വമുള്ള ഒരു ട്രക്കിൽ അദ്ദേഹം സുരക്ഷിതനായിരിക്കുന്നു എന്ന് വിശ്വസിച്ചിരുന്ന ഒരു ജനത ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ അർജുനനി ജീവനോടെ
തിരികെ വരില്ല എന്ന് വിശ്വസിക്കേണ്ടി വന്ന കുടുംബം, ഒരു നാട് ഇപ്പോൾ അർജുൻ്റെ മൃതദേഹത്തിന് ഇതാ കൊളുത്തുകയാണ്. അർജുന് ഒരു നാട് അന്ത്യയാത്രാമൊഴി നൽകുകയാണ്. ഒരു നാടിനെയാകെ കണ്ണീർ കയത്തിലാഴ്ത്തിയ അർജുൻ്റെ മരണവാർത്ത കണ്ണാടിക്കൽ അക്ഷരാർത്ഥത്തിൽ കണ്ണീർ കയത്തിൽപ്പെടുകയായിരുന്നു. നാടിൽ കൂട്ടുകാർക്ക്, നാട്ടുകാർക്ക് എല്ലായ്പ്പോഴും സഹായിയായി നിന്നിരുന്ന അർജുൻ, ഒരു സഖാവ്. അർജുൻ ഗംഗാവലിയുടെ ആഴങ്ങളിലേക്ക് പോയപ്പോൾ ഒരുപക്ഷെ ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയൊന്നാകെ അണഞ്ഞുപോയി എന്ന് കരുതിയപ്പോൾ അർജുനൊപ്പം നിന്ന ഒരു നാട്, അർജുൻ്റെ ഭാര്യയ്ക്ക് സഹകരണ ബാങ്കിൽ ജോലി നൽകാൻ ഒരു സർക്കാർ അതിവേഗമെടുത്ത തീരുമാനം, അതെല്ലാം തന്നെ അർജുൻ്റെ കുടുംബത്തിനൊപ്പം തന്നെ ഉണ്ട് ഞങ്ങൾ എന്ന് വിളിച്ചു പറയുന്ന സന്ദർഭങ്ങൾ. ഇപ്പോൾ അർജുന് നാടും വീടും നാട്ടുകാരും യാത്രാമൊഴി നൽകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാക്കുകൾ വിറങ്ങലിച്ചു പോകുന്ന നിമിഷങ്ങൾ. ഒരു നാട് ഈശ്വർ മാൽപ്പെ പറഞ്ഞതുപോലെ പ്രാർത്ഥനയോടെ കാത്തിരുന്ന നാളുകൾ. മലയാളിക്ക് മുമ്പിൽ, മലയാളിയുടെ സ്നേഹത്തിന് മുമ്പിൽ കൈകൂപ്പുകയാണ് എന്ന് ഈശ്വർ മാൽപ്പെ പറഞ്ഞത് ഒരിക്കൽ കൂടി ഓർത്തു പോവുകയാണ്. ഈശ്വർ മാൽപ്പയെ പോലെ, രഞ്ജിത്ത് ഇസ്രായേലിയെ പോലെ നിരവധി പേർ അർജുനെ ജീവനോടെ തിരികെ കൊണ്ടുവരാൻ നടത്തിയ ശ്രമങ്ങൾ മലയാളി ഓർക്കുകയാണ്. ജൂലൈ 16 കോരിച്ചൊരിയുന്ന മഴയിൽ അടിപടലം ഗംഗാവലി പുഴയിലേക്ക് വീണ മൺകൂനകൾ, ആ മൺകൂനയ്ക്കടിയിൽ പെട്ടുപോയ അർജുൻ്റെ ട്രക്കും അർജുനും, നിരവധി യത്നങ്ങൾ, ഡ്രഡ്ജർ അടക്കമുള്ള സാങ്കേതിക സംവിധാനങ്ങൾ കൊണ്ടുവന്ന് നടത്തിയ രക്ഷാദൗത്യങ്ങൾ, റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ശാസ്ത്രീയമായ നിരീക്ഷണങ്ങൾ, ശാസ്ത്രീയ പരിശോധനകൾ, എല്ലാത്തിനുമൊടുവിൽ CP2 എന്ന് പറയുന്ന ഗംഗാവലിയിലെ 12 മീറ്റർ താഴ്ചയിൽ നിന്ന് അർജുൻ്റെ ട്രക്കും അതിൽപ്പെട്ട അർജുൻ്റെ ശരീരഭാഗങ്ങളും കണ്ടെത്തിയപ്പോൾ ഒരു നാടൊന്നാകെ കരയുകയായിരുന്നു. പല ഘട്ടങ്ങളിൽ രക്ഷാദൗത്യം അവസാനിപ്പിക്കാൻ കർണാടകം ശ്രമിച്ചപ്പോഴൊക്കെ കേരളത്തിലെ സർക്കാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ രക്ഷാദൗത്യം അവസാനിപ്പിക്കരുത് എന്ന് നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നത് ഇവിടെ വീണ്ടും ഓർമ്മിക്കേണ്ടി വരുന്നു. സുപ്രീം കോടതിയിലടക്കം മലയാളിയായ അഭിഭാഷകൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഇടപെടൽ, രക്ഷാദൗത്യം അവസാനിപ്പിക്കരുതെന്ന് സുപ്രീം കോടതി പറഞ്ഞ അവസരങ്ങൾ എല്ലാം ഈ ഘട്ടത്തിലും ഓർത്തുപോകുന്നു. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ
അർജുൻ്റെ സംസ്കാര ചടങ്ങുകൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. ഏതോ നാടുകളിൽ നിന്ന് അർജുനെ കണ്ടിട്ടില്ലാത്തവർ, അർജുനെ നേരിട്ട് പരിചയമില്ലാത്തവർ, അങ്ങനെ നിരവധി പേരാണ് ഇന്ന് കണ്ണാടിക്കൽ ഗ്രാമത്തിലെ വീട്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്തത്. ജോഷില, ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ അവിടെ പൂർണ്ണതയിലേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ തടിച്ചുകൂടിയ ജനസാഗരം വിളിച്ചു പറഞ്ഞത് അർജുൻ്റെ കുടുംബത്തോടൊപ്പം ഞങ്ങളുണ്ട് എന്നാണ്.